ഓക്കെ, ഞാൻ ശാന്തിവിളിയോട് പോകാം. ഈ ഫാൻസുകൾക്ക് ഒരുപാട് കലാപരിപാടികളുണ്ട്. ഇവർ ഈ പറയുന്ന ജീവകാരുണ്യപ്രവർത്തനത്തിന് അപ്പുറമൊക്കെ ഇവർ വേണമെങ്കിൽ എതിരാളി തകർക്കാനൊക്കെ റിവ്യൂ ബോംബിംഗ് ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ദിനേശിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെ? ഈ ഒരു സംഭവം കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഈ ആളുകൾക്ക് പ്രയോജനമുണ്ടോ? ഇതിന്റെ തുടക്കകാലം പറഞ്ഞാൽ ഞാനും ഭാര്യയൊക്കെ ആയിട്ട് പടം തുടങ്ങുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമ കാണാതാക്കിയവരാണ്. ആണോ? പിന്നെ കാരണം നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ പഴയ ഈ ലോട്ടറി അടിക്കാത്ത ലോട്ടറി ചാക്ക് കണക്കിന് കീറിക്കൊണ്ട് വെച്ചിട്ട് നമ്മളെ തലയുടെ മുകളിൽ കൂടെ തട്ടിത്തരും. അങ്ങനെ നമ്മളെ പേടിപ്പെടുത്തിയ ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാ ഇവരുടെ ഒരു ഇപ്പൊ പഴയ വെട്ടുകിളികളുടെ അസുഖം ഇല്ല. റിലീസ് ദിവസം വന്ന് കയറി ഇരുന്നിട്ട് ഇത് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൻസുകാർ മാത്രം കാണുന്ന ഒരു ഷോയാണ്. അതിനകത്ത് കയറി ഒന്ന് ഫാമിലി ആയിട്ട് വന്നിരുന്നു. ഫാൻസുകാർ മാത്രം കയറുന്ന ഷോ അല്ല, ഞങ്ങള് ഫാൻസുകാർ മൊത്തത്തിൽ എടുക്കുന്ന ടിക്കറ്റ് ആണ്. അല്ല, മൊത്തം ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അട്ടഹാസം കാണിക്കാനല്ല, അല്ല സിനിമ കാണാനാണ്. അല്ല, പേപ്പർ തലയിൽ വീണിട്ട് ഫാൻസുകാരെ കുറ്റം പറയണത് മോശം പരിപാടിയാണ്. എന്താ പരിപാടി? ഞാൻ എന്റെ കാശ് കൊടുത്ത് സിനിമ കാണാൻ പോണത് തന്റെ പേപ്പർ വാരി എറിയുന്നതിന്റെ തലയിടാനാണ്. നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഷോ ഉണ്ട്, രാവിലെ ഉച്ചയ്ക്ക്. ഞാൻ അതല്ലെന്നേ പറഞ്ഞത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ കാലത്തെ അല്ല. പേപ്പർ തല എറിഞ്ഞ എല്ലാവർക്കും, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ രാവിലെ കയറുമ്പോൾ എന്തായാലും ഇത്തിരി പേപ്പറും കാര്യങ്ങളൊക്കെ വരും. അത് കണ്ടിട്ട് പുള്ളിക്ക് അങ്ങ് ഭയങ്കര ഫാൻ അസോസിയേഷൻ. ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് തന്റെ ലോട്ടറി ടിക്കറ്റ് എന്റെ തലയിൽ ഇടാനല്ലാന്ന്. അത് മോശം പരിപാടി. ഏത് മോശം പരിപാടി? ഒരു പേപ്പർ ഇപ്പൊ മേലോട്ട് വാരി ആഘോഷിച്ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാ മതി. അത് വെച്ച് അവിടെ ഇട്ടാ മതി. ഫാൻസുകാരന്മാർ ന്യായം അല്ലേ? എന്താണ് ന്യായം ഇതില്? സിനിമ കാണാൻ ഞാൻ ആസ്വദിക്കാൻ ചെന്നിരിക്കുമ്പോ എന്റെ തലയിൽ കുറെ ടിക്കറ്റ് ഇത് മനഃപൂർവ്വം ഫാൻസുകാരെ കരിവാരി തേക്കാൻ വേണ്ടി പറയണ. വേറെ ഒന്നും കരിവാരി തേക്കണ്ടെന്നേ. വേറെ ഒന്നുമില്ല, കരിവാരി തേക്കണ്ട, മൊത്തം തേഞ്ഞ തേക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. 5-6 പേപ്പർ വന്ന്. 5-6 പേപ്പറോ? എന്ത് പേപ്പർ? നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ അതല്ല മണികണ്ഠൻ ചോദിക്കുന്നത്. കുറച്ച് പേപ്പർ ഒന്നും തലേ വീണെന്ന് പറഞ്ഞ് ചത്തൊന്നും പോകുന്നില്ലല്ലോ. അത് പള്ളി പോയി പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് പോകുന്ന. ഇത് മനഃപൂർവ്വം എന്താ പറയുമ്പോ ഞങ്ങൾ പല ആൾക്കാർക്കും ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രിമേഡി ഉണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഇവർക്ക് എന്താ അവകാശം? അവര് ചാക്ക് കെട്ടിക്കൊണ്ട് തമ്മിലറിയാം. അതിൽ വേറെ പ്രശ്നം, അതിനെ എതിർക്കുന്ന വളരെ ന്യൂനപക്ഷമാണ്. കാരണം ഒരു സിനിമ ആദ്യ ഷോ കാണുന്നത് ഫാൻസാറാണ് സ്വാഭാവികമായിട്ട്. അതിനുശേഷം എല്ലാ സിനിമയുടെയും കഥ അതാണ്. ഫാൻസ് അസോസിയേഷനുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സിനിമ റിലീസായതിനു ശേഷമാണ് പ്രേക്ഷകർ വരുന്നത്. നല്ലതാണോ മോശമാണോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഫാൻസാണ് ആ സിനിമ കാണാൻ വരുന്നത്. ശരിക്കും ഫാൻസാർ ആഘോഷിക്കുന്നതാണ്. അത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഏത് നടന്റെ പേര്? ഇപ്പൊ ദിലീപ് ഫാൻസിന്റെ ആളാണല്ലോ റിയാസ് പറയുന്നത്. ഈ ദിലീപിനെ പോലുള്ള താരങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ തിയേറ്ററിൽ? ഒരിക്കലും. അത് ആരാധന പൈസയൊക്കെ എവിടുന്ന? അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇരിക്കുമോ നിങ്ങൾ? ഇല്ല, നമ്മൾ ഓരോരുത്തരും അവരാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. ആരാധകരുടെ പൈസ, കാരണം നല്ല സാമ്പത്തിക ചെലവുള്ള പരിപാടിയാണല്ലോ. ഞങ്ങള് ദിനേശ് ഒറ്റ കാര്യമേ ഉള്ളൂ, ബൈക്ക് പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടിയിട്ട് ഒരു സംഭവമുള്ളൂ അല്ലേ? കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം, ഒരു വലിയ പടം വരുമ്പോൾ മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും ഒരു ഫാൻസ് പടം വരുമ്പോഴത്തേക്ക് ഞങ്ങളത് ആഘോഷിക്കുമെന്നും അത് അങ്ങനെയാണ് കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കെല്ലാം റെഗുലർ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.